നമ്മുടെ ധർമ്മം നശിച്ചതിൻ്റെ ഒരു നേർചിത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു തലമുറ അവശേഷിപ്പിച്ച് പോയതിനെ മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റാണ്ട് പോയ ആൾക്കാരാണ് നമ്മൾ. ഉപാസന പോലും അവരെ നമുക്ക് വേണ്ടി തന്നിട്ട് പോയി. അവരുടെ ഉപാസന പോലും. പറഞ്ഞു വരണം എന്താ വെച്ചാൽ, ഈ സാളഗ്രാമമൊക്കെ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വേറെ ഏത് ഫോട്ടോ വെക്കണേക്കാട്ടിലും ഫൈബറിൻ്റെയും അതിൻ്റെയും ഇതിൻ്റെയും ഉണ്ണിക്കണ്ണനെയും അതൊക്കെ വെച്ചോളൂ, വെക്കണ്ടെന്നല്ല. ഭഗവാന്റെ ലിവിങ് പ്രസൻസാണ് സാളഗ്രാമം. അതവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് അതിനെ ജലം കൊടുക്കുക, പൂ കൊടുക്കാൻ പറ്റുമ്പോൾ പൂ കൊടുക്കുക, ചന്ദനത്തിരി ഒന്ന് കാണിക്കുക, ഒഴിയരുത്. ചന്ദനത്തിരി ഒന്നും ഒഴിയരുത്. ക്ഷേത്രവിഗ്രഹത്തിനല്ലാണ്ട് നമ്മളതുപോലെ തന്നെ നമ്മൾ ഈ ആരാധനയിൽ താന്ത്രികമായിട്ട് ചെയ്യുമ്പോൾ, വീടുകളിൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒഴിയരുത്, ഒന്നും ഒഴിയരുത്. കർപ്പൂരം പോലും കാണിക്കുക, ഭഗവാന്റെ നെറ്റിയുടെ നടുക്കിലേക്ക് ഭ്രൂമധ്യത്തിലേക്ക് കാണിച്ചു കൊടുക്കുക. അത് ചെയ്യാവൂ. അതൊരു ഡിസ്റ്റൻസ് ഇട്ട് കാണിക്കണം. ഭഗവാന്റെ ഇവിടെ കണ്ണ് കൊണ്ട കുത്തണമാരി കൊണ്ട് ചന്ദനത്തിരി കാണിക്കരുത്. ഒരു ദൂരത്തു നിന്ന് കാണിക്കുക. ചന്ദനത്തിരി മൂക്കിൻ്റെ താഴെയാണ് കാണിക്കേണ്ടത്. ഘ്രാണിക്കാനാണ്, സുഗന്ധം അനുഭവിക്കാനാണ്, ഭഗവാന് മണക്കാനാണ്. തുമ്മണ ഭാഗത്തിൽ അടുത്തുകൊണ്ടേ കാണിക്കരുത്, കുറച്ച് ദൂരെ. ആ പുക ലയിച്ച് എയറിൽ ചെന്ന് സുഗന്ധമായിട്ട് കിട്ടണം. അത്ര കെയർ കൊടുത്തിട്ടേ കാണിക്കാവൂ, ഒരു പടമാണെങ്കിൽ പോലും. അതേപോലെ ഒരിക്കലും അൺലെസ് അത്രയും ദോഷം ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടില്ലാണ്ട് തല ഒഴിഞ്ഞ് പൈസ ഇടരുത്. നമ്മുടെ ദോഷമല്ല കാണിക്ക കൊടുക്കേണ്ടത്. അതങ്ങനെ കൊടുക്കണേന് അങ്ങനെ കൊടുക്കണം. അതല്ലാതെ ദാനമായിട്ടുള്ളത് ഭഗവാനുള്ള ദക്ഷിണ സമർപ്പണം ഒരിക്കലും തലയ്ക്കൊഴിഞ്ഞ് കൊടുക്കരുത്. ഒരാചാര്യനും തലയ്ക്കൊഴിഞ്ഞ് പൈസ കൊടുക്കരുത്. അത് തിരിച്ചടിക്കും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തിരിച്ചടിക്കുക. ഞാനിപ്പോൾ ഇവിടെ നല്ല ഇതിപ്പോൾ റെക്കോർഡറാണ്, കേൾക്കുന്നുണ്ട്. 10-400 പേരോ 300 പേരോ 350 പേരോട്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ എല്ലാവരോടും പറയുന്നു, അത് ചെയ്യരുത്. അപ്പോൾ ഇവിടെ സാളഗ്രാമത്തിനെ സംബന്ധിച്ചിടത്തോളം ലഘുവായിട്ട് എന്താ ആരാധന ചെയ്താലും, ഒരു വിളക്ക്, ഒരു തുളസിയില, ഒരു 2 വറ്റ് ചോറ്, അല്ലെങ്കിൽ ഒരു പഴം, എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ ധാരാളമായി.